എൻ്റെ കസിനുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അവളെ തൽക്കാലം നമുക്ക് ധ്വനി എന്ന് വിളിക്കാം. ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, നമുക്കൊക്കെ മനസ്സുകൊണ്ട് പോലും വെട്ടിപ്പിടിക്കാൻ കഴിയാത്ത എന്തുമാത്രം വിചിത്രമായ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. തുടക്കം തന്നെ പറഞ്ഞല്ലോ, എൻ്റെ കസിനാണ് അനുഭവം ഉണ്ടായത്. അവൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ എഴുതുന്നു എന്ന് മാത്രം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2010-2013 കാലഘട്ടം. അന്ന് അവൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയം. കോളേജ് ഹോസ്റ്റലിലാണ് താമസം. ജീവിതത്തിൽ ആദ്യമായാണ് അവൾ വീട് വിട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വീക്കെൻഡിലും അവൾ ഒട്ടും സമയം പാഴാക്കാതെ വീട്ടിൽ പറന്നെത്തും. ഞാൻ ആ ടൈമിൽ മഹാരാജാസിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. എൻ്റെ വെക്കേഷൻ ടൈമിൽ കുറച്ച് ദിവസത്തേക്ക് നിൽക്കാനായി ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൾ വീട്ടിലുണ്ട്. സത്യത്തിൽ അവൾക്ക് വെക്കേഷനൊന്നുമല്ല, പക്ഷേ കുറച്ച് ദിവസമായിട്ട് സ്റ്റഡി ലീവൊക്കെ ആയിട്ട് ആള് വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ വരവോടുകൂടി തൽക്കാലം അവൾ ബുക്സ് എല്ലാം എടുത്ത് മാറ്റിവെച്ച്, ഒരേ പ്രായമായതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ പിന്നെ ചുറ്റും എന്തൊക്കെ നടന്നാലും ഞങ്ങളറിയില്ല. അവിടെ ചെന്ന അന്ന് വൈകുന്നേരമാണ് ഞാനത് ശ്രദ്ധിച്ചത്. അവളുടെ വലത് കൈയിലൊരു ചരട്. ജപിച്ച് കിട്ടിയ ചരടാണെന്ന് മനസ്സിലായപ്പോൾ ഈ വക കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത അവളുടെ കയ്യിൽ ഇതെങ്ങനെ വന്നെന്നൊരു അതിശയം എനിക്ക് തോന്നി. അതേപ്പറ്റി അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന അനുഭവം പറഞ്ഞത്. അതിങ്ങനെയായിരുന്നു. അവളുടെ റൂമിൽ അവൾ ഉൾപ്പെടെ 6 പേരാണ് താമസം. റൂമിൽ 3 കട്ടിലുകൾ. ഈ 2 പേര് വീതം ഓരോ കട്ടിലിൽ. അന്നൊരു വേനൽക്കാല രാത്രിയിൽ മുറിയിലെ അസഹ്യമായ ചൂട് സഹിക്കാനാവാതെ കൂട്ടത്തിലൊരാൾ കുളിച്ചിട്ട് വരാമെന്ന് പുറത്തിറങ്ങി. 4 നിലയുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിലെ ഏറ്റവും മുകളിൽ അങ്ങേയറ്റത്താണ് ഇവരുടെ മുറി. അതിനോട് ചേർന്നാണ് ബാത്റൂമും. ഏകദേശം 11 മണിയോടെയാണ് ആ കുട്ടി കുളിക്കാൻ പോയത്. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടാണ് എല്ലാവരും ഓടിച്ചെന്നത്. നോക്കുമ്പോഴുണ്ട്, കുളി കഴിഞ്ഞിറങ്ങിയവൾ കുളിമുറിയുടെ വാതിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നുണ്ട്. ആകെ പേടിച്ചു വിറച്ചു നിന്ന ആ കുട്ടിയെ എല്ലാവരും കൂടി മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. കുറച്ചൊന്ന് നോർമൽ ആയപ്പോഴാണ് അവൾ പറയുന്നത്, അവൾ കുളിച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങാൻ വാതിൽ തുറക്കുമ്പോൾ വെളുത്ത പുക പോലൊരു രൂപം വാതിൽക്കൽ ഉണ്ടായിരുന്നു എന്ന്. അവൾ ഉറക്കെ നിലവിളിച്ചപ്പോൾ എല്ലാ റൂമിലെ ലൈറ്റ് ഓണായപ്പോൾ ആ രൂപം ഒഴുകിപ്പോകുന്ന പോലെ പുറത്തെ ഇരുട്ടിലേക്ക് മാഞ്ഞുപോയെന്ന്. പക്ഷേ ആ കുട്ടി പറഞ്ഞതാരും അങ്ങനെ വിശ്വസിച്ചില്ല. അവളുടെ മനസ്സിന്റെ തോന്നലായിരിക്കും അതെന്ന് കരുതി ആ സംഭവം എല്ലാവരും അവഗണിച്ചു. ഈ സംഭവം ധ്വനി ഉൾപ്പെടെ ആരും വിശ്വസിച്ചില്ലെങ്കിലും അവർ മറ്റൊരു കാര്യം പിറ്റേന്ന് തന്നെ ചെയ്തു. കട്ടിലുകൾ 3 ഒന്നിച്ചു ചേർത്തിട്ടു. എല്ലാവരും ഒന്നിച്ചു കിടക്കാൻ തുടങ്ങി. അതിനുശേഷം ഏകദേശം 2 ആഴ്ചയോളം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എല്ലാവരും ആ സംഭവം മറന്നു. പഠിത്തത്തിൻ്റെയും പരീക്ഷയുടെയും തിരക്കിലായിരുന്നു അവരൊക്കെ. അങ്ങനെയൊരു ദിവസം രാത്രിയിൽ എല്ലാവരും ഉറങ്ങാൻ കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലൊരാൾ, തൽക്കാലം ആ കുട്ടിയെ പൂജാന്ന് വിളിക്കാം, ബാത്റൂമിൽ പോകാനായി എഴുന്നേറ്റു. അവളുടെ അനക്കം കേട്ട് കണ്ണു തുറന്ന ധ്വനി അവളോട് ചോദിച്ചു, കൂട്ടുവരണോ എന്ന്. വേണ്ട, നീ കിടന്നോ എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി. ധ്വനി വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൂജ തിരികെ വന്ന് കിടന്നു. അവൾ കിടന്ന അനക്കം പറഞ്ഞ് കണ്ണിൽ പുറത്തെ വെളിച്ചം വന്ന് വീണ് ഉറക്കം മുറിഞ്ഞ് പതിയെ ചോദിച്ചു, നീ ഡോറ് ശരിക്കും അടച്ചല്ലേ എന്ന്. ചോദ്യത്തോടൊപ്പം അവൾ തലപൊന്തിച്ച് നോക്കിയപ്പോൾ അടിമുടി വിറച്ചുപോയി. റൂമിന്റെ വാതിൽക്കൽ ഒരു രൂപം റൂമിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. അവളുടെ തൊണ്ടയൊക്കെ വറ്റി വരണ്ടു. എന്നിട്ടും അവൾ പതുക്കെ കയ്യെത്തിച്ച് എല്ലാവരും തൊട്ടു നോക്കി. 6 പേരും കട്ടിലിലുണ്ട്. അവൾ പൂജയെ തൊട്ടു നോക്കി. പൂജയുമുണ്ട്. അവൾ ആ രൂപത്തിലേക്ക് തന്നെ നോക്കിക്കിടന്ന അബോധാവസ്ഥയിൽ ഉറക്കത്തിലേക്ക് വീണുപോയി. കൂടെയുള്ള ആരും ഇതറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ അവളുടെ മുഖത്ത് ആരോ വെള്ളം തളിച്ചപ്പോഴാണ് അവൾ ചാടി എഴുന്നേറ്റത്. നോക്കുമ്പോഴുണ്ട്, പൂജയാണ്. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ പൂജ അവൾക്കരികിലേക്ക് ഇരുന്നിട്ട് സ്വരം താഴ്ത്തി പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ബാക്കി ആരും അറിയേണ്ട തൽക്കാലം. മറ്റൊന്നുമല്ല, ഇന്നലെ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോൾ നിന്റെ അടുത്ത് വേറെ ആരോ കിടക്കുന്നു. പേടിച്ച് വിറച്ചിട്ട് എൻ്റെ നാവൊക്കെ തളർന്നു പോയടാ. നിലവിളിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. റൂമിൽ കയറാൻ പേടിച്ച് ആ നിൽപ്പ് നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ റൂമിലെ ദിയയും ശ്രുതിയും ബാത്റൂമിൽ പോകാൻ വന്നത്. എൻ്റെ നിൽപ്പ് കണ്ട് കാര്യം ചോദിച്ച് അവരെ കൂടി കാണിച്ചു കൊടുക്കാൻ വീണ്ടും റൂമിലേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. ബെഡിൽ ആ രൂപമില്ല. നിങ്ങൾ 5 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത് അവരോട് പറഞ്ഞില്ല. ആരെയും ഒന്നും അറിയിക്കാതെ മിണ്ടാതെ വന്ന് കിടക്കുമായിരുന്നു. രാവിലെ ഞാൻ മരിച്ചിട്ടുണ്ടാകും എന്നായിരുന്നു എൻ്റെ ചിന്ത. പേടി കാരണം ഹൃദയം പൊട്ടി ഞാൻ മരിച്ചേനെ. പിന്നെ കുറെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കിടന്ന് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു.
ഇതൊന്ന് പറയാൻ നിന്നെ വിളിച്ചിട്ട് നീ എഴുന്നേൽക്കാതെ വന്നത് കണ്ടാണ് മുഖത്ത് വെള്ളം തളിച്ചത്. ഡാ, ഈ ഹോസ്റ്റലിൽ എന്തോ കുഴപ്പമുണ്ട്. സത്യത്തിൽ പൂജ പറഞ്ഞത് കേട്ട് ആകെ മരവിച്ചിരിക്കുമായിരുന്നു ധ്വനി. അപ്പോൾ തലേന്ന് രാത്രി തൻ്റെ അടുത്ത് വന്ന് കിടന്നത് പൂജയല്ലായിരുന്നു. തൻ്റെ കൂടെ വന്ന് കിടന്ന ആളെ കണ്ട് പേടിച്ച് മുറിയുടെ വാതിൽക്കൽ തന്നെ നിന്ന പൂജയെ കണ്ടാണ് താൻ പേടിച്ചതെന്ന യാഥാർത്ഥ്യം അവളെ ഭയത്തിൻ്റെ പരകോടിയിലെത്തിച്ചു. പൂജയും ധ്വനിയും ഈ സംഭവം റൂമിലെ മറ്റു 4 പേരോടും പറഞ്ഞു. പൂജ പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവർ അമ്പലത്തിൽ പോയി. അങ്ങനെയാണ് 6 പേരും കയ്യിൽ ചരട് കെട്ടിയെന്ന്. അവർ ഈ സംഭവം ഹോസ്റ്റലിലെ വാർഡനോട് പറഞ്ഞെങ്കിലും അവരത് വിശ്വസിച്ചില്ല. കുറേ കാലമായി താനിവിടെയുണ്ടെന്നും ആരും ഇന്നേവരെ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നമെന്നൊക്കെ അവർ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു എന്നൊക്കെ അവൾ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം വാർഡൻ അവർക്ക് ചെയ്തു കൊടുത്തു. അവരുടെ റിക്വസ്റ്റ് പ്രകാരം താഴെ നിലകളിലേക്കായി 4ാം നിലയിലെ മുഴുവൻ കുട്ടികളെയും മാറ്റിയെന്ന്. പിന്നീട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല എന്നുകൂടി അവൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ഇത് എത്രത്തോളം സത്യമാണെന്ന് ചോദിച്ചാൽ തരാൻ എനിക്ക് മറുപടിയില്ല. കാരണം സ്വന്തം അനുഭവത്തിൽ വരുന്നതുവരെ നമുക്കൊക്കെ ഇത് കഥകളാണ്. പേടിയോടെ അല്ലെങ്കിൽ പരിഹാസത്തോടെ കേട്ട് മറന്നുകളയുന്ന വെറും കേട്ടുകഥകൾ.